ഹായ് ഗൈസ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് സങ്കടകരമായൊരു വാർത്ത കേൾക്കാനിടയായി. ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായ 29 വയസ്സുള്ള ഫേബ എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവത്തിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായതിൻ്റെ പിറ്റേ ദിവസം ഈ പെൺകുട്ടിക്ക് നല്ല നടുവേദന ഉണ്ടായി. തൻ്റെ അമ്മയോട് പറഞ്ഞ്, എനിക്ക് നന്നായിട്ട് നടുവേദന എടുക്കുന്നു. അമ്മ ഉടൻ തന്നെ ഡോക്ടേഴ്സിനെ അറിയിച്ചു. അവർ വന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വീട്ടുകാർക്ക് 8 മണിക്കൂറായിട്ടും കുട്ടിയുടെ ഒരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുട്ടി എന്തായാലും മരണപ്പെട്ടു. ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥ മുഖേനയാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ 8 മണിക്കൂറോളം എന്തിനാണ് ആ കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് സിസേറിയൻ ചെയ്യാതെ ഡോക്ടേഴ്സ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് എന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഞാൻ പറയുന്ന ഈ പെൺകുട്ടികളെ ലേബർ റൂമിൽ പ്രസവത്തിനായിട്ട് കയറ്റി കഴിയുമ്പോൾ വീട്ടുകാരെ ഒരു 2-3 പേരെങ്കിലും അതിൻ്റെ പുറത്ത് നിൽക്കാനായിട്ട് അനുവദിക്കണം. ഇത് ഒരാളെ ഒരു പാസും കൊടുത്ത് ഒരാളെ പിന്നെ വേറെ ആർക്കും അങ്ങോട്ട് ചെല്ലാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ അവർക്ക് ഭയങ്കരമായിട്ട് വേദനയോ ബുദ്ധിമുട്ടുകളോ തോന്നുമ്പോൾ വീട്ടുകാരെ കാണുമ്പോൾ അവർക്ക് പകുതി ആശ്വാസം വരും. അതങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ അത്രയും അങ്ങനെ നിൽക്കാൻ അവരങ്ങനെ സമ്മതിക്കത്തില്ല. ഒന്നുമല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാരോ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരോ വന്ന് പിന്നെ നിൽക്കുന്നവരെ വഴക്ക് പറയും. സുരക്ഷ വേണം, പക്ഷേ അത് വീട്ടുകാരെ കണ്ടാൽ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന ആൾക്കറിയാമല്ലോ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തുനിന്ന് വന്ന് തട്ടിക്കൊണ്ട് പോകുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ആയിരിക്കാം ഒരുപാട് സുരക്ഷ ഒരുക്കുന്നത്. പക്ഷേ വീട്ടുകാരെ കൂടെ നിൽക്കാൻ സമ്മതിക്കാതെ ഈ ഒരു പക്ഷേങ്കിൽ അതിൻ്റെ വീട്ടുകാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നറിയുമ്പോൾ വീട്ടുകാർ ഒരു പക്ഷേങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാവുകയോ സിസേറിയൻ ചെയ്യണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. 8 മണിക്കൂറോളമായിട്ടും മകളെക്കുറിച്ചൊരു വിവരമില്ല. അമ്മ പറയുന്നു, ചിരിച്ച് കളിച്ച് വളരെ സന്തോഷത്തോടും നല്ല ആരോഗ്യവതിയായിട്ടും ലേബർ റൂമിലേക്ക് പോയ മകൾ. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ മോള് അവിടെ അങ്ങനെ കയറി പോകുന്നത് അമ്മ കണ്ടു നിൽക്കുകയും തിരിച്ച് തൻ്റെ മകൾ പിന്നെ ചലനമറ്റ് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു പെറ്റമ്മയ്ക്ക് അതെങ്ങനെ താങ്ങാൻ കഴിയും? ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകാൻ പലപ്പോഴും ആൾക്കാർ മടിക്കുന്നത് ഇതുകൊണ്ടാണ്. ചികിത്സാ പിഴവ് അവിടെ പലയിടത്തും ചികിത്സാ പിഴവുകളുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൂടുതൽ ഇത് കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ വീട്ടുകാരെ പെട്ടെന്ന് വിളിച്ച് അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടേഴ്സ് തയ്യാറായില്ല? എന്തിനിത്രയും വൈകിപ്പിച്ചു? ഇപ്പം എന്ത് തന്നെയായാലും ആ കുട്ടി ഒരുപാട് വേദന അനുഭവിച്ച് അത് ഈ ലോകം വിട്ടുപോയി. കുറേ കേസും വഴക്കുമൊക്കെ കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഇതിൽ നിന്ന് തല ഊരും. നഷ്ടം ആ കുഞ്ഞിന് അമ്മയില്ല, പിന്നെ വീട്ടുകാർക്ക് മകൾ നഷ്ടപ്പെട്ടു, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെട്ടു. എല്ലാത്തിലുപരി ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം അതിന് ശസ്ത്രക്രിയ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. അത് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവർക്കതാകാൻ പാടില്ല എന്നായിരുന്നു എൻ്റെ ചോദ്യം. വളരെ സങ്കടമുണ്ട്. നല്ല ഒരു മകൾ എൻ്റെ മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എത്ര ഒരു പെൺകുട്ടി പിന്നെ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ അതിന് എന്തോരം സ്വപ്നങ്ങളായിരിക്കും. ഇപ്പം എൻ്റെ മകനാണ് കാണാം, ഒരംഗവൈകല്യവും ഇല്ലാതെ നന്നായി കിട്ടണേ, എന്തൊക്കെ പ്രാർത്ഥിച്ച് എന്തൊക്കെ സ്വപ്നം. എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാം, എനിക്ക് കാണാം എന്നല്ല എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് അത് ലേബർ റൂമിൽ പോകുന്നത്. അപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ വീട്ടുകാരെ അറിയിക്കണ്ടേ? ഇത്രത്തോളം 8 മണിക്കൂറൊക്കെ ഇവർ വെയിറ്റ് ചെയ്ത കാര്യമുണ്ട്. ഇപ്പം ആ കുട്ടി മരണപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. പൈസ ഉണ്ടായിട്ടല്ല പല ആൾക്കാരും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. കാരണം പേടിയാണ് ആളുകൾക്ക്. ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ഒരുപാട് ജനത്തിരക്കുള്ള സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും ഭയങ്കര പരിരക്ഷ കൊടുക്കാൻ ശ്രദ്ധ പെട്ടെന്ന് വരത്തില്ല. പക്ഷേ എങ്കിൽ പോലും ബുദ്ധിമുട്ടുകളുള്ളവർക്ക് കൂടുതൽ പരിചരണം കൊടുക്കണ്ടേ?
ആ കുട്ടി ഇത്രയും അവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ പിന്നെ സിസേറിയൻ ചെയ്യാൻ വീട്ടുകാരുടെ അനുവാദം എന്തുകൊണ്ട് ചോദിച്ചില്ല? കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കാൻ പറ്റിയല്ലോ. അത് നേരത്തെ ആയിക്കൂടായിരുന്നോ? അവർ ഉറപ്പിച്ച് പറയുന്നു സിസേറിയൻ ചെയ്തെങ്കിൽ അവരുടെ മകൾ മരിക്കത്തില്ലായിരുന്നു എന്ന് തന്നെ പറയുന്നു. ആ അമ്മയുടെ കരച്ചിൽ നമ്മുടെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടും. കാരണം അവർ ഇപ്പോൾ അവരുടെ കൊച്ചു മകനോ മകളോ ഒക്കെ മോളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അവരിങ്ങനെ പ്രതീക്ഷിച്ച് ഈ ലേബർ റൂമിൻ്റെ നടയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം വേദനപ്പെട്ട് കരയുന്നവരുടെ ആ കരച്ചിലിൻ്റെ ശബ്ദം, പിന്നെ ഡെലിവറി സമയത്തിന് നടന്നില്ലെങ്കിൽ വീട്ടുകാരുടെ അനുവാദം മേടിക്കാനായിട്ട് പിന്നെ വന്ന് നിൽക്കുന്ന ഡോക്ടേഴ്സ്, അവരുടെ മുമ്പിൽ സൈൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന വീട്ടുകാർ, അവരൊക്കെ അപ്പോഴെന്താണ് എങ്ങനെയെങ്കിലും മനസ്സ് കൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഒന്ന് സൈൻ ചെയ്ത് ആ ഡെലിവറി നടന്ന കുഞ്ഞിനെയും തള്ളയും കാണാമല്ലോ എന്ന് വിചാരിച്ചാണല്ലോ എല്ലാവരും ആകാംക്ഷയുടെ സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആണ് ഒരു ഗർഭിണി ലേബർ റൂമിൽ പോകുമ്പോൾ വീട്ടുകാർ പിന്നെ വെളിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ തീ തിന്നാണ് ഓരോരുത്തരും നിൽക്കുന്നത്. എന്തായിരിക്കും ഇത് രണ്ട് പാത്രമായി കൈ കിട്ടുന്നത് ഒരു വീട്ടുകാർക്ക് ഉള്ളിൽ ആദിയാണ്. അപ്പോഴത്തേക്കും മരണപ്പെട്ടും കൂടെ അവരുടെ അടുത്തേക്ക് ചലനമറ്റ മകളെ കൊണ്ടുവരുമ്പോൾ ആ വീട്ടുകാർ എത്രമാത്രമാണ് അതിൻ്റെ തീവ്രത അവരനുഭവിക്കുന്നത്. അവരാകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായി പോകില്ലേ. ഇനി ഒരു ഗർഭിണികൾക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത്. ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് വീട്ടുകാരെ അറിയിച്ച് സിസേറിയനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ വീട്ടുകാരവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. പക്ഷേ വീട്ടുകാരെ അറിയിക്കാതെ ഇത്രയും സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ആ അമ്മയുടെ ഒരു കരച്ചിൽ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടാകരുത്. എന്തായാലും ആ കുട്ടിയുടെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ ഒരുപാട് ചികിത്സാ പിഴവ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനിയും ഒന്നും അങ്ങനെ കേൾക്കാൻ ഇടവരരുതേന്ന് തന്നെയാണ് ആഗ്രഹം. ആ അമ്മയുടെ ഒരു കരച്ചിൽ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ.